അയ്യോ അയ്യോ ഇനി കയ്യിലൊക്കെ തേക്കാം. മുഖത്ത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്, കാരണം കൊണ്ട് അവിടെ തേക്കുന്നില്ല. സോറി. ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അൺബോക്സിങ് ഒക്കെ ആയാലോ, ഒരു വെറൈറ്റിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ബോക്സുകളായിട്ട് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഫോക്സ്ടെയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് കൊളാബറേഷൻ വന്നിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു തുടക്കത്തിലുള്ള ഒരാൾക്ക് ഈ കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടെ അതിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് പലർക്കും ഇപ്പം ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും, പക്ഷെ അവർക്ക് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യണം, ബ്രാൻഡ്സുമായിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ എങ്ങനെ റിക്വസ്റ്റ് കൊടുക്കണമെന്നോ അങ്ങനെ ഐഡിയകൾ ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതല്ല, ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് അതിൻ്റെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂവും കൂടെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ബോക്സുകളായിട്ട് അങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. ഞാൻ ഫ്രണ്ട് ക്യാമിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അത് കാരണം കൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ക്യാമറയിലേക്ക് നോക്കും, ഇടയ്ക്ക് എന്നെ നോക്കും. അതുകൊണ്ടാണ് ഈ ഒരു വൈരുദ്ധ്യം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ അധികം അങ്ങോട്ട് വിളിച്ച് നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 4 ബോക്സസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഒറ്റയടിക്ക് വന്നിട്ടുള്ളതല്ല കേട്ടോ. ഈ 4 ബോക്സസും പല ടൈമിൽ വന്നിട്ടുള്ളത്, ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്, എന്നാലും പല ടൈമിൽ വന്നിട്ടുള്ള ബോക്സുകളാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പാക്കിംഗ് കൂടെയാണ് കേട്ടോ. നല്ല രസമാണ് ബോക്സുകൾ ഓപ്പൺ ചെയ്യാൻ തന്നെ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവരുടെ. അപ്പോൾ ഇതേ അയ്യോ, ഞാൻ ഫ്രണ്ട് ക്യാമറ ആയത് കാരണം കൊണ്ട് എല്ലാം തിരിഞ്ഞിട്ടാവും കാണുക. അതേ ഫോക്സ്ടെയിലിൻ്റെ അത് എങ്ങനെയാണ് എല്ലാ ബോക്സുകളും വരും കേട്ടോ അവരുടെ. അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യും കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതിൻ്റെ ബോക്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ എടുത്ത് മാറ്റിയിരിക്കുന്നു എപ്പോഴും. ഇത് വന്നിട്ട് ഫോക്സ്ടെയിലിൻ്റെ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ്. നൈറ്റൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാസ്ക് ആണ്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, മുഖത്ത് ബ്ലാക്ക് ഹെഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ടോണൊക്കെ കുറച്ച് ഡള്ളായിട്ടുള്ള സ്കിൻ ടോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ക്ലേ മാസ്ക് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നല്ല റിവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാനന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് അങ്ങനെ വെച്ചതാണ്. ഇതിങ്ങനെയാണ്. അയ്യോ എന്തൊരു മണമെന്നറിയോ, അയ്യോ നല്ല മണം. അതായത് ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും കേട്ടോ, ഇത് മാത്രമല്ല എല്ലാ പ്രൊഡക്റ്റും ഒരു പ്രത്യേക മണം. എന്താ പറയുക, അപ്പം അത് നമുക്കിങ്ങനെ നൊസ്റ്റാൾജിയൊക്കെ വരുന്ന മണോ, അങ്ങനെ എന്തൊക്കെയോ ഒരു മണമാണ്. നല്ല മണം കേട്ടോ ഇത്. ഈ സംഭവം ക്ലേ മാസ്ക് ആണ്, ക്ലേ ആണിത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്ലിക്കേറ്ററും ഉണ്ട്. ഇങ്ങനെ ഇതിങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ കിടപ്പ് വശം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, ക്ലേ മാസ്ക് ആണ്. യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടുള്ള ഒരു അഭിപ്രായം പറയൂ. ബോക്സും അതെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല എല്ലാം ഒരു ഭയങ്കര എന്താ പറയുക, പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് ഫോക്സ്ടെയിലിൻ്റെ. അതിൽ ബോക്സിൽ വന്നിരിക്കുന്നത് സ്കിൻ റിപ്പയർ ക്രീം എന്ന് പറഞ്ഞിട്ട്. ഇതും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജസോ കുരുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം. ജസ്റ്റ് ഒരു ക്രീമാണ്. നൈറ്റ് ക്രീമായിട്ടോ ഡേ ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ ബോക്സിൽ നമുക്കിപ്പം നമ്മളൊരു തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വലിയ ഐഡിയ ഒന്നും ഇല്ല എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടതെന്നൊന്നും ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഫോക്സ്ടെയിലിൻ്റെ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ബോക്സിലും എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ശേഷം യൂസ് ചെയ്യണം, ഇതിന് ശേഷം എന്ത് യൂസ് ചെയ്യണം. അതായത് ഫസ്റ്റ് ക്ലെൻസർ, പിന്നെ സിറം, പിന്നെ സ്കിൻ റിപ്പയർ ക്രീം, അതായത് ഈ ക്രീം, പിന്നെ സൺസ്ക്രീൻ. അതായത് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല, അയ്യോ ഇതിനിപ്പം ഏതിന് ശേഷം അല്ലെങ്കിൽ ഏതിന് മുന്നേ യൂസ് ചെയ്യേണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവരുടെ ബ്രാൻഡിൽ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും വരില്ല. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്രീം എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ പല ക്രീമുകളുടെയും ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ വായിച്ചു ഞാൻ പൊതുവെ വായിച്ചു നോക്കാറുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്കാണ് ചെയ്യുന്നത് മാത്രം. പക്ഷെ ഇതിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് വേർഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക്
കറക്റ്റായിട്ട് ക്ലാരിറ്റിയോടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലേ, സോറി. എന്താണെങ്കിലും 4 ഇത് കാണണ്ടല്ലോ, 4 പോയിന്റ് ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഉള്ളത്, അത്രേ ഉള്ളൂ, പോയിന്റ്സേ ഉള്ളൂ. പക്ഷെ നമുക്ക് വളരെ വ്യക്തമായിട്ടല്ല, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ഇങ്ങനെ ഒരു പാക്കേജാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇത് എനിക്ക് റീസെൻ്റ്ലി വന്നിട്ടുള്ളതാണ്, വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ ഇതുവരെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ. ഇതും ക്രീമാണ് കേട്ടോ, ഒരു നൈറ്റ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന മാതിരി യൂസ് ചെയ്യാം. നെക്സ്റ്റ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതും ഇതേപോലെ തന്നെ, എല്ലാ ബോക്സും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇതിൽ 2 പ്രൊഡക്റ്റ് ഉള്ളത്. ഒരെണ്ണം വന്നിട്ട് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്, ഇവരുടെ പുതിയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ സാമ്പിൾ കിട്ടും. ഇതിലിങ്ങനെ തരിതരുന്നതിനെ കുറച്ച് എന്താ പറയുക, സ്ക്രബിലൊക്കെ വരില്ലേ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. എക്സ്ഫോളിയേറ്റിംഗ് അല്ലേ, അത് കാരണം കൊണ്ട് ബോഡി വാഷാണ്. ഞാൻ കയ്യിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഒരു എന്താ പറയുക തെളിച്ചം അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് മാതിരി ഫീൽ ചെയ്തായിരുന്നു. മൊത്തത്തിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എടുത്തു വെച്ചതാണ്. വരുന്നത് ഓവർനൈറ്റ് ഗ്ലോ മാസ്ക്. ഇതും വന്നിട്ട് നമുക്ക് സ്കിന്ന് നല്ല ഗ്ലോയിങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നൈറ്റ് ടൈമിൽ മാസ്ക് മാതിരി യൂസ് ചെയ്യാൻ പറ്റുന്നതാ. ഇത് കണ്ടോ, നമ്മുടെ ടെക്സ്ചറും സ്കിൻ ടോണൊക്കെ മാറ്റാൻ പറ്റുന്നത്. പക്ഷെ ഇത് മാസ്ക് ആയിട്ടല്ല, ഇത് സിറം പോലെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ. സോ ഇത് നൈറ്റ് നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാം. ഓക്കെ, അതാണ് ഓവർനൈറ്റ് ഗ്ലോ മാസ്ക്. അല്ലാതെ നമ്മളിങ്ങനെ മാസ്ക് മാത്രം ഇട്ടിട്ട് അങ്ങനെ കഴുകി കളയേണ്ടതല്ല. ഇതും ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത് തുടങ്ങി, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അത് കാരണം എനിക്ക് അങ്ങനെ പ്രകടമായ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. മുഖമൊക്കെ ഒന്ന് കഴുകി നോക്കുമ്പോൾ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫീലൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഭയങ്കര വലിയൊരു ഇതല്ല, ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ ഇതാണ് മൂന്നാമത്തെ ബോക്സ്. ഇതും നമ്മളങ്ങനെ തുറന്ന് വരുമ്പോൾ ഇതിൽ ചെറുപറയുന്നതിന് കുറയുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ഇപ്പം ഞാൻ കാണിച്ചത് ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് തന്നെയാണ്. അത് ഞാൻ കവർ പോലും പൊട്ടിച്ചിട്ടില്ല, കാരണം ഓൾറെഡി ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അത് കാരണം കൊണ്ട്. പിന്നെ വന്നിട്ട് ഒരു സിറമാണ് കേട്ടോ, എക്സ്ഫോളിയേറ്റിംഗ് സിറം എന്ന് പറഞ്ഞിട്ട്. ഇതും കവർ പൊട്ടിച്ചിട്ടില്ല, ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ ഇട്ടാൽ മതി എന്നായിരുന്നു, അത് കാരണം കൊണ്ട് പൊട്ടിച്ചിട്ടില്ല. ഇതാണ് എക്സ്ഫോളിയേറ്റിംഗ് സിറം. ഇത് വന്നിട്ട് എന്തിനായിരുന്നു, ഇതിൽ പറയുന്നുണ്ടല്ലോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ്, നമ്മുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറമാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതൊരു ബോഡി ലോഷനാണ്, ഡീപ്പ് മോയ്സ്ചറൈസർ ആണ്, മോയ്സ്ചറൈസിങ് ബോഡി ലോഷനാണ്. കുഞ്ഞൊരു സാമ്പിൾ പാക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കുന്നത് പെർഫ്യൂം. ഇതാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബോക്സ് ആണ് ഇത്. ഇതൊരു പെർഫ്യൂമാണ്. ഞാൻ ഇപ്പൊ തന്നെ തുറന്ന് മണം നോക്കാം. സാധാരണ ഞാനങ്ങനെ പെർഫ്യൂംസ് ഒന്നും അധികം അഡിക്റ്റഡ് അല്ല, എന്നാലും ജസ്റ്റ് നോക്കി നോക്കാം. ഇത് പക്ഷെ സാമ്പിൾ പാക്ക് അല്ല കേട്ടോ, അവരുടെ പ്രൊഡക്റ്റ് തന്നെ ഇത്രയാണ് ഞാൻ കണ്ടത് സൈറ്റിൽ. അന്ന് പണ്ടല്ല മുന്നേ എപ്പോഴും നോക്കിയപ്പോൾ. ഇത് അൺബോക്സിങ് തന്നെയാണ് ഇതിന്റെ. നമുക്കിങ്ങനെ ഡീപ്പായിട്ടൊരു മണം ഉള്ളിലേക്ക് തട്ടില്ല, അങ്ങനെ ഇത്ര മണമല്ല. ഇത് മണത്താലേ അറിയുള്ളൂ കേട്ടോ. സ്വീറ്റ് ഫ്ലോറൽ പെർഫ്യൂം, നല്ല മണമുണ്ട് കേട്ടോ, നല്ല സൂപ്പറാണ്. ഇതിൻ്റെ റേറ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത് 495 രൂപയാണ്, 495. നല്ല മണമുണ്ട്. നെക്സ്റ്റ് നറിഷിംഗ് ലിപ്പ് ഓയിലാണ്. ഇത് ഞാൻ ഇപ്പോൾ എന്താ പറയുക ലൈവിൽ പൊട്ടിക്കുകയാണ്. ആഹാ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ലിപ്പ് ഓയിലാണത്. ഞാൻ ആദ്യമായിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കാണുന്നത്, യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് കളറൊന്നുമില്ല, ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആണ്, കളറില്ല. ഇതിലൊരു പിങ്കിഷ് കളർ കാണുന്നുള്ളൂ, കളറില്ല. ഇതും ആക്ച്വലി 425 റുപ്പീസ് ഉണ്ട് കേട്ടോ.
അതും നല്ല മണമുണ്ട് കേട്ടോ. ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും നല്ല മണമാണ്, അതാണ് വേറെ കാര്യം. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാം 2 ലിപ് ബാം ആണ് കേട്ടോ. ഇത് എനിക്കിത് ആദ്യം അയച്ച പ്രൊഡക്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നതാ. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഇതുണ്ടോ, ലിപ്സ്റ്റിക് അല്ല, ഈ ലിപ് ബാം ആണ് കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ടിട്ടേ ഇല്ല, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഈ ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഷെയ്ഡാണത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക്, പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് ഓവറാവും എന്ന് തോന്നുന്നവർക്ക്, അല്ലെങ്കിൽ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഓക്കെയാണ്. ഇതിപ്പോൾ ഭയങ്കര സിമ്പിൾ എന്ന് പറയുന്നില്ല, ഇത് ഞാൻ കുറച്ച് അധികം ഇട്ടതുകൊണ്ടായിരിക്കാം, മീൻസ് അധികം ഇല്ല, എനിക്കിത് ഓക്കെയാണ്. പക്ഷെ ചിലവർക്കെങ്കിലും അയ്യോ ഇതിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട മാതിരി തന്നെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നവർക്ക് കുഞ്ഞിതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചെറിയതായിട്ടൊരു ഷെയ്ഡ് അങ്ങനെ വന്ന് നിൽക്കും. ഇത് ലിപ്സ്റ്റിക്ക് മാതിരി ചുണ്ട് കറക്കില്ല, ചുണ്ടിൽ പിഗ്മെൻറ്റഡോ അങ്ങനെയൊന്നും ആവില്ല. മെയിനായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് ചുണ്ട് കറുത്തോർക്ക് ഒരു റിപ്പയറിങ് മാതിരി കൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിൽ വിറ്റാമിൻ സിയും ഹൈലോറോണിക് ആസിഡും അതുപോലെ തന്നെ മൈക്രോസ്ഫിയേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അവരുടെ ആ ഒരു കവർ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പറയുന്നുണ്ടായിരുന്നത് നമ്മുടെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ഒക്കെ ഈ സംഭവം യൂസ് ചെയ്ത് വരുന്ന സമയത്ത് ആ പിഗ്മെന്റേഷനൊക്കെ കുറയും എന്ന് കണ്ടിരുന്നു റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ. ഇത് വന്നിട്ട് ട്രാൻസ്പെറൻ്റ് ആണ്, ഇതിന് വേറെ കളറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവമേ വേണ്ട, ഞങ്ങൾക്ക് ലിപ്സ്റ്റിക്കേ ഇഷ്ടമല്ല, അതുപോലെ ഒന്നും കളറേ വേണ്ട എന്നുള്ളവർക്ക് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയൊക്കെ ചുണ്ട് നല്ല ഡ്രൈ ആവണ സമയമല്ലേ, ഭയങ്കര വരണ്ട നിൽക്കുന്ന സമയം, ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വന്നിട്ട് എന്തുണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല, കാണില്ല, ഒരു വെളിച്ചെണ്ണ തേച്ചൊരു ഫീൽ ഉണ്ടാവുള്ളൂ. കാണുന്നുണ്ടോ? അതേ കണ്ടോ, ഒരു ഷൈനിങ് അത്രേ ഉണ്ടാവുള്ളൂ, ഒരു ഷൈനിങ് ഉണ്ടാവുള്ളൂ, കളറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മാത്രം മതിയെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനി അതുമല്ല, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു കണ്ടോ തിളങ്ങുന്നത് കണ്ടോ, ഈ ഒരു ബ്രൈറ്റ്നെസ് ഒരു ഷൈനിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അറിയേയില്ല നമുക്കിങ്ങനെ ചില ലിപ് ബാം ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് അതിൻ്റെ മണം പിടിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പൊതുവേ സ്ട്രോബെറി ലിപ് ബാം ഒന്നും പിടിക്കില്ല, ഇഷ്ടമല്ല സ്ട്രോബെറി ഫ്ലേവർ വരുന്നത്. അപ്പോൾ മണം നമുക്ക് ഭയങ്കര ഒരു അരോചകമായി തോന്നില്ലേ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ സംഭവത്തിന് പ്രത്യേകിച്ച് മണം ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, അങ്ങനെ വൃത്തികേടായിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, എന്തോ എനിക്ക് അതിന് മണങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് 2 നല്ല പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുക അനുഭവത്തിൽ നിന്ന് പറയാം കേട്ടോ, സൂപ്പറാണ്. പ്രത്യേകിച്ച് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് രാത്രിയൊക്കെ വേണമെങ്കിൽ ഉറങ്ങുമ്പോൾ ലിപ്പൊന്ന് റിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഇത് നമുക്ക് പുറത്ത് പോകുമ്പോഴും ലിപ്സ്റ്റിക്ക് ഇപ്പം ഇന്നത്തെ ദിവസം എനിക്ക് ലിപ്സ്റ്റിക്ക് എന്താ ഒരു മൂഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഇടാം, അല്ലെങ്കിൽ വല്ല വീഡിയോസിലൊക്കെ ഇതെങ്ങനെ ഇടാം. ഇതാകുമ്പോൾ ലിപ്പിന് കേടുമില്ല, നമ്മൾക്ക് ലിപ്സ്റ്റിക് കിട്ടും എന്നുള്ളൊരു പ്രതീതിയുമായി. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇതാണ് അതിൽ വരുന്ന നെക്സ്റ്റ് പ്രൊഡക്റ്റുകൾ. ഇതിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് ഞാൻ തുറന്നിട്ടില്ല കേട്ടോ. ഇത് ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ, അത് തന്നെ. അത് എനിക്കൊരു 3 വന്നിട്ടുണ്ട്. ഇതിവിടെ അങ്ങനെ പൊട്ടിക്കാനുണ്ട്, തുറന്നിട്ടില്ല. ഇത് കുഞ്ഞൊരു സ്പ്രേ, മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ, വീഡിയോ അന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. പിന്നെ വന്നിട്ട് ഇതൊരു മോയ്സ്ചറൈസർ ആണ്, കുഞ്ഞൊരു പാക്കാണ്, മോയ്സ്ചറൈസർ ആണ്. സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ട് ഓൾ സ്കിൻ ടൈപ്സിന് മാച്ചിങ് ആണ്, സ്യൂട്ടബിൾ ആണത്. വിറ്റാമിൻ സി, നിയാസിനാമിഡ്, പെപ്റ്റൈഡ്സ്, അങ്ങനെ എന്തൊക്കെയോ ഉൾക്കൊണ്ട സംഭവമാണ്. നെക്സ്റ്റ് വന്നിട്ട് ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ആണ് കേട്ടോ. ഇതിൻ്റെ വലിയൊരു കുപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, വലിയ കുപ്പിയല്ല, ഇത്ര പോകുന്നൊരു കുപ്പി. അത് വന്നിട്ട് ഞാൻ കൊടുത്തിരുന്നു ഒരു ചേച്ചിക്ക്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. പിന്നെ ഇവരുടെ തന്നെ ഒരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു സൺസ്ക്രീൻ, വേറെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സൺസ്ക്രീനും ഈ ഒരു സംഭവം, ആ വലിയ കുപ്പിയുടെ കുഞ്ഞൊരു ട്യൂബാണിത്, ക്ലെൻസർ. അതും നല്ല മണമാണ് കേട്ടോ. ആ കുപ്പി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പൊട്ടിച്ചിട്ടില്ല, കഴുകി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല മണം വേണ്ടിയിട്ട് അത് കൊടുത്തു. പിന്നെ ഒരു സൺസ്ക്രീൻ, അതും നല്ല എന്താ പറയുക, നമുക്കിങ്ങനെ ഓയിലി എഫക്റ്റ് ഒന്നും തോന്നിയിരുന്നില്ല, നല്ലതായിരുന്നു, അതും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ലിപ് ബാം, ഞാൻ നേരത്തെ കാണിച്ച അതേ ലിപ് ബാം എനിക്ക് 2ാമതും ഇത് മാത്രമേ വന്നുള്ളൂ. ആ മറ്റേ റൂബി ഗ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇത് ഇങ്ങനെ ഉണ്ട്.
അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് എനിക്ക് വന്നിട്ട് കൊളാബറേഷൻ വന്നിട്ട് ഈ ഫോക്സ്ടെയിൽ ബ്രാൻഡിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പറഞ്ഞിരുന്നു ഇതെങ്ങനെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം, ഇങ്ങനത്തെ ബ്രാൻഡുകളുമായിട്ട് എങ്ങനെ നമുക്ക് കൊളാബറേഷൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള ഫോളോവേഴ്സ് ആ ഒരു രീതിയിലല്ല, ഞാൻ ഇൻസ്റ്റഗ്രാം, നമുക്ക് കൊളാബറേഷൻസ് ഒക്കെ കൂടുതൽ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം അങ്ങനെ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അറ്റ്ലീസ്റ്റ് ഒരു 1K ഫോളോവേഴ്സ് എങ്കിലും നമുക്ക് വേണം. അത് ഫസ്റ്റ് തിങ്. 1K ഫോളോവേഴ്സ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമ്മുടെ പോസ്റ്റ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിൽ ഉള്ള വ്യൂസ്, അതുപോലെ മീൻസ് അത്ര അറ്റ്ലീസ്റ്റ് 1K എങ്കിലും വ്യൂസ് ആ ഒരു ലെവലിൽ ഉണ്ടായിരിക്കണം. 1K ആണ് അവരുടെ ക്രൈറ്റീരിയ. ഒരുവിധം എല്ലാ ബ്രാൻഡും എന്താ പറയുക മെൻഷൻ ചെയ്യുന്ന ക്രൈറ്റീരിയ 1K ഫോളോവേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ്, ആക്റ്റീവ് ഫോളോവേഴ്സ് ആയിരിക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തത് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ബ്രാൻഡുകളായിട്ട് ഡയറക്റ്റ്, ഇപ്പോൾ ഫോക്സ്ടെയിൽ നിന്നാണെങ്കിൽ ആ ഫോക്സ്ടെയിലിൻ്റെ ഡയറക്റ്റ് അവരുടെ പേജ് ഉണ്ടാവുമല്ലോ, അവരായിട്ട് കൊളാബറേഷന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം. അങ്ങോട്ട് അപ്രോച്ച് ചെയ്യേണ്ട ജസ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്. അത് കോമൺലി എല്ലാ ബ്രാൻഡിനും അയക്കുന്നതാണ്. നമ്മളുടെ ഇന്നതാണ് നമ്മുടെ പേര്, നമ്മുടെ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് ഇത്രത്തോളം റീച്ച് പോകുന്നുണ്ട്, ഇപ്പോൾ ഒരു മന്തിൽ എനിക്ക് ഇത്രത്തോളം റീച്ച് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഒരു മെസ്സേജ് കുഞ്ഞൊരു നമ്മുടെ ഒരു സമ്മറി മാതിരി അവർക്ക് അയച്ചു കൊടുക്കും. അവരത് ഓക്കെ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് അവർ മെയിൽ ത്രൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ DM ത്രൂ തന്നെ കോൺടാക്ട് ചെയ്യും. എന്നിട്ടൊരു എനിക്ക് ഇപ്പോൾ ഫോക്സ്ടെയിലിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതിന് ശേഷം ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി വന്നു, അവരുടെ തന്നെ കൊളാബറേഷന് വേണ്ടിയിട്ട്. ആ ഫോം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം എനിക്കൊരു കോള് വന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഈ മാർക്കറ്റിംഗ് ടീം ഉണ്ടാവുമല്ലോ, അന്ന് കോള് വന്നതിന് ശേഷം അവരുമായിട്ട് കണക്ട് ചെയ്തു. ഇന്ന മാതിരി നമ്മളൊരു ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാർട്ടറാണ് കേട്ടോ, ഇതൊക്കെ ബാർട്ടർ സിസ്റ്റം, പേയ്മെൻ്റ് അല്ല. പേയ്മെൻ്റ് ഉള്ള കൊളാബറേഷൻസ് ഉണ്ടാവും, പക്ഷേ എനിക്ക് ഈ ഫോക്സ്ടെയിലിൻ്റെ ഒക്കെ ബാർട്ടറാണ്. അതായത് അവർ പ്രൊഡക്റ്റ് അയച്ചു തരും, നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാം, അത്രേ ഉള്ളൂ, അല്ലാതെ പേയ്മെൻ്റ് ഇല്ല. അപ്പോൾ ആ വീഡിയോ ചെയ്യാൻ ഓക്കെ ആണോ, ഇങ്ങനെ ബാർട്ടറാണ്. അവർക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും, അതുപോലെ അവർക്ക് എന്തൊക്കെ ഓഫർ ഉണ്ടോ ആ ടൈമിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റുകൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു, കാരണം ഫസ്റ്റ് ടൈം അല്ലേ. അങ്ങനെ അപ്പോൾ ഒരു കണക്കിന് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ്. അതല്ലാതെ പ്രൊഡക്റ്റ് മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ വാങ്ങാൻ ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അതല്ലാതെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ ആ കുറേ ബോക്സ് വരുന്നു, വെറുതെ ഇങ്ങനെ കാണിച്ചാൽ മാത്രം പോരാ. നമ്മൾ ആ ഒരു ടൈമിൽ ആ വീഡിയോ മീൻസ് നമ്മളൊരു 10 സെക്കൻഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ 1 അവറോളം നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ടിട്ടുണ്ടാവും. അങ്ങനെ പല വീഡിയോകളും. അപ്പോൾ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാർട്ടർ ഓക്കെയാണ്. ബാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ല, പ്രൊഡക്റ്റ് വരും, വീഡിയോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അത്ര തന്നെ. അതായത് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പെയ്ഡ് മാത്രമേ ചൂസ് ചെയ്യുന്ന, പെയ്ഡ് മാത്രം കൊടുക്കുന്ന, അല്ലെങ്കിൽ പെയ്ഡും കൂടെ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, ബ്രാൻഡുകൾ ഉണ്ടാവും. കൂടുതൽ പേരും ബാർട്ടറാണ് സജസ്റ്റ് ചെയ്യാറ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്, നമ്മുടെ വീഡിയോസിനാണെങ്കിലും നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാം കേട്ടോ. ബാർട്ടർ പറ്റില്ല, എനിക്കിങ്ങനെ പേയ്മെന്റ് വേണം എന്നുള്ളത് ഞാൻ ഡിമാൻഡ് ചെയ്തിരുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം ആണല്ലോ ചെയ്തു തുടങ്ങിയത്. അപ്പം അങ്ങനെയാണ് നമ്മൾ എല്ലാ ബ്രാൻഡിനെയും അപ്രോച്ച് ചെയ്യുന്നത്, അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതാ. പിന്നെ അങ്ങനെ അപ്രോച്ച് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനൊക്കെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഫോമുകൾ മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്, അത് ഈ കൊളാബറേഷൻസിന് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പുകൾ. അപ്പം അതെന്നൊക്കെയാണ് നമുക്ക് പിന്നെ ഫോമുകൾ, അതായത് ഇപ്പം മാമേർത്തിൻ്റെ ഒക്കെ അങ്ങനെ വന്നതാണ്. മാമേർത്തിൻ്റെ ഫോംസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് അവർക്ക് നമ്മളെ ഓക്കെ ആയി, നമ്മുടെ പ്രൊഫൈലൊക്കെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് കേട്ടോ ഒരു പ്രൊഡക്റ്റ് അയച്ചു തരുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് വന്നിട്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ പലരും ഉണ്ടാവുമല്ലോ ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ബേസിക് ഐഡിയ ആണ് പറഞ്ഞേക്കണേ, ഇതിലിപ്പോൾ എന്താ ഡൗട്ട് നിങ്ങൾക്ക് വരണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് അൺബോക്സിങ്ങും പിന്നെ എങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം എന്നുള്ളത് പലർക്കുള്ള ഡൗട്ടാണ്. എൻ്റെ അടുത്ത് ഡയറക്റ്റ് അറിയാവുന്നവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.